ഞാൻ മാധവൻ പൂജി. ഞാനിന്നിവിടെ ഒരു പുതിയ പ്രപഞ്ച മോഡൽ അവതരിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. നിലവിലുള്ള രണ്ട് മോഡലുകൾക്ക് പകരം മൂന്നാമതൊരു മോഡൽ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം ഫ്രെഡ് ഹോയലിൻ്റെ സ്ഥിരസ്ഥിതി പ്രപഞ്ച സിദ്ധാന്തത്തിനും ഒപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വികസിക്കുന്ന പ്രപഞ്ചമെന്ന തിയറിക്കും മധ്യേയുള്ള മൂന്നാമതൊരു തിയറിയാണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് തിയറിയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് രണ്ടിനും അനുപൂരകമായവുമായ ഒരു തിയറിയാണ് ഞാൻ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത്. പ്രപഞ്ചം അനന്തമാണ്. അനന്തമായ പ്രപഞ്ചം എന്ന് വെച്ചാൽ അത് ഇൻഫിനിറ്റി എന്ന ഒരൊറ്റ വാക്കിൽ അതിനൊതുക്കാം. അതായത് തുടക്കമില്ലാത്തത്, ഒടുക്കമില്ലാത്തത്, അവസാനമില്ലാത്തത്, ആരംഭമില്ലാത്തത് എന്നൊക്കെ ഇൻഫിനിറ്റിയുടെ ഈ പ്രപഞ്ച മോഡലിൽ നമുക്ക് അർത്ഥമാക്കിയെടുക്കാം. അപ്പോൾ അനന്തമായ പ്രപഞ്ചത്തിലേക്ക് അനന്തമായ അന്വേഷണ വഴികളും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള ഏത് അന്വേഷണത്തിനും ഒരു പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സ്ഥിരമായ അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കും വേണ്ട അല്ലെങ്കിൽ ദീർഘകാലം പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു മോഡൽ, ഏതെങ്കിലും ഒരു സിദ്ധാന്തം, ഏതെങ്കിലും ഒരു സമവാക്യം, ഏതെങ്കിലും ഒരു തത്വശാസ്ത്രം നമുക്ക് പ്രപഞ്ചത്തെ പറ്റി വിശദീകരിക്കാൻ പര്യാപ്തമല്ല എന്ന് ചരിത്രത്തിൽ ഒരുപാട് തെളിവുണ്ട്. കോപ്പർനിക്കസ് മുതൽ അല്ലെങ്കിൽ ഗലീലിയോ മുതൽ ഇങ്ങേ തലയ്ക്ക് മഹാനായ ഈ അടുത്ത കാലത്ത് അന്തരിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് വരെയുള്ള മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരുടെ ഒരുപാട് സമീകരണങ്ങൾ, ഒരുപാട് സമവാക്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. എന്നാൽ കാലാകാലങ്ങളിലുണ്ടായ ഇത്തരം സമവാക്യങ്ങളൊക്കെ തന്നെ പിന്നീട് മുഴുവൻ പ്രപഞ്ചത്തെയും വ്യാഖ്യാനിക്കാൻ പര്യാപ്തമല്ല എന്ന് നാം കണ്ടെത്തി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ന്യൂട്ടോണിയൻ നിയമങ്ങളൊക്കെ ആവിർഭവിച്ച കാലത്ത് ചരിത്രത്തിലെ ഒരു വലിയ വിപ്ലവം തന്നെയായിരുന്നു പ്രപഞ്ച വീക്ഷണത്തെക്കുറിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുവരെ ഉണ്ടായിരുന്ന പ്രപഞ്ചബോധത്തിൽ നിന്ന്, അതുവരെ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തെപ്പറ്റിയുള്ള ധാരണയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു പ്രപഞ്ചബോധം ന്യൂട്ടൺ അവതരിപ്പിച്ചുകൊണ്ട് ചിന്താസരണിയിൽ അതിഭീമമായൊരു വിപ്ലവം തന്നെ നടത്തുകയുണ്ടായി. പ്രപഞ്ചത്തെ പറ്റിയുള്ള മുഴുവൻ അറിവും നമുക്ക് ലഭിച്ചു എന്ന് തോന്നുന്ന രീതിയിൽ അദ്ദേഹം തൻ്റെ ഗുരുത്വാകർഷണ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാ പ്രപഞ്ച മോഡലുകളെയും തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട്. ഭൂമിയുടെ ഗുരുത്വാകർഷണം, അതുപോലെ സൂര്യൻ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ ഇവയെല്ലാം തന്നെ ഗുരുത്വാകർഷണത്തിൽ ഉള്ള വസ്തുക്കളാണെന്നും ദ്രവ്യം എവിടെയുണ്ടെങ്കിലും അവിടെ ഗുരുത്വാകർഷണം ഉണ്ടാവുമെന്നും ന്യൂട്ടൺ സിദ്ധാന്തിച്ചു. അങ്ങനെ മുഴുവൻ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ തന്നെ പരസ്പരം ബന്ധിതമായി ഗുരുത്വാകർഷണ മണ്ഡലത്തിൽ തങ്ങി നിൽക്കുകയാണെന്ന് ന്യൂട്ടൻ്റെ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നു. എന്നാൽ ഈ സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ ഭ്രമണവും പരിക്രമണമടക്കം അത് ഗുരുത്വാകർഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണെന്നാണ് ന്യൂട്ടൻ്റെ സിദ്ധാന്തം വിശ്വസിക്കുന്നത്. എന്നാൽ 1920-കളിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ഐൻസ്റ്റീൻ തൻ്റെ ജനറൽ റിലേറ്റിവിറ്റി അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ വിശിഷ്ടാപേക്ഷിത സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ഗുരുത്വാകർഷണ നിയമം കൊണ്ട് അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ ചില സമവാക്യങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ ആപേക്ഷികത ജനറൽ റിലേറ്റിവിറ്റിയും വിശിഷ്ടാപേക്ഷിത സിദ്ധാന്തം കൊണ്ടും വിശദീകരിച്ചു. എന്ന് വെച്ചാൽ ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണം കൊണ്ട് മാത്രം, ഗുരുത്വാകർഷണ സിദ്ധാന്തം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ന്യൂട്ടൻ്റെ സമവാക്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഈ പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയില്ല എന്ന് ഐൻസ്റ്റീൻ മനസ്സിലായി. പ്രപഞ്ചത്തിലെ ഗാലക്സികളും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും സൗരയൂഥമടക്കമുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ദ്രവ്യങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഇവ പരസ്പരമുള്ള ആകർഷണ ബലത്തിലായിരുന്നു നിലനിന്നതെങ്കിൽ ന്യൂട്ടൻ്റെ സിദ്ധാന്തപ്രകാരം ഈ ആകാശമണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ഗാലക്സിക്കോ
ഒരു നക്ഷത്രത്തിനോ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിനോ സ്ഥാന വ്യതിചാലനം സംഭവിക്കുകയോ അതല്ലെങ്കിൽ ഇല്ലാതായി പോവുകയോ ചെയ്താൽ അത് മൊത്തം പ്രപഞ്ചത്തെയും ബാധിക്കുമെന്ന് ന്യൂട്ടൺ സിദ്ധാന്തിച്ചിരുന്നു. എന്നാൽ ഈ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം മുന്നോട്ട് വന്നതോടുകൂടെ തന്നെ ഈ ദ്രവ്യം സഞ്ചരിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ ദ്രവ്യം ഒന്നിച്ചു ചേർന്ന സ്ഥലത്തൊക്കെ തന്നെ അല്ലെങ്കിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും മറ്റ് ഗാലക്സികളൊക്കെ തന്നെ രൂപപ്പെട്ട സ്ഥലത്ത് ആ സ്ഥലങ്ങളിൽ വക്രത ഉണ്ടാവുന്നു എന്നും ഈ വക്രതയിലൂടെയാണ് ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരമെന്നും സ്ഥലവക്രതയാണ്, അതല്ലാതെ ഗുരുത്വാകർഷണത്തിന് മണ്ഡലത്തിൽപ്പെട്ട് മാത്രമല്ല ഈ ഭൂമിയെപ്പോലുള്ള ഗ്രഹങ്ങൾ സൂര്യനെ ചുറ്റും തിരിയുന്നതെന്നും അങ്ങനെ ഗാലക്സികളും കാലം ആപേക്ഷികമാണെന്നും സ്ഥലം ആപേക്ഷികമാണെന്നും സംഭവങ്ങൾ ആപേക്ഷികമാണെന്നും ജനറൽ റിലേറ്റിവിറ്റിയിലൂടെ അദ്ദേഹം ഐൻസ്റ്റീൻ സിദ്ധാന്തിച്ചു. അപ്പോൾ ഗുരുത്വാകർഷണ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ന്യൂട്ടൻ്റെ ചില നിയമങ്ങൾ ഈ പ്രപഞ്ചത്തെ മൊത്തമായി വ്യാഖ്യാനിക്കാൻ പര്യാപ്തമല്ല എന്ന് ഐൻസ്റ്റീൻ തെളിയിച്ചു. ഐൻസ്റ്റീൻ്റെ ചിന്താപരമായ ഇപ്പം തമ്മിലുള്ള തിയറികൾ സമവാക്യങ്ങൾ അന്നുവരെ ഉണ്ടായിരുന്ന പ്രപഞ്ചബോധത്തെ മാറ്റിത്തീർക്കുകയും ഒരു പുതിയ വെളിച്ചം പ്രപഞ്ചത്തെ പിടിക്കാനുള്ള ഒരു പുതിയ വെളിച്ചം ഐൻസ്റ്റീൻ നമുക്ക് നൽകുകയും ചെയ്തു. ശാസ്ത്രലോകത്തൊക്കെ വമ്പിച്ച വിപ്ലവം ഉണ്ടാക്കിയ ന്യൂട്ടന് ശേഷം 100 കൊല്ലക്കാലത്തോളം ന്യൂട്ടൻ്റെ ആധിപത്യമായിരുന്നു ശാസ്ത്ര മേഖലയിൽ. ചോദ്യം ചെയ്യാത്ത ചില നിയമങ്ങൾ ന്യൂട്ടൻ്റെതായി ഈ 100 കൊല്ലക്കാലത്തോളം അത് അതീശത്വം സ്ഥാപിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷം 1900 ഈ ഐൻസ്റ്റീൻ്റെ ഈ ജനറൽ റിലേറ്റിവിറ്റി തിയറി വന്നതോടെ തന്നെ ന്യൂട്ടൻ്റെ ഈ സിദ്ധാന്തങ്ങൾക്കൊന്നും പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ പര്യാപ്തമല്ലെന്നും കൂടുതൽ വ്യക്തമായ പര്യാവേക്ഷണത്തിൽ പ്രവചനങ്ങൾക്കും പഠനങ്ങൾക്കും ഐൻസ്റ്റീൻ്റെ ജനറൽ റിലേറ്റിവിറ്റി അടക്കമുള്ള വിശിഷ്ടാപേക്ഷിത സിദ്ധാന്തം അടക്കമുള്ള സിദ്ധാന്തങ്ങൾ വേണ്ടിവരുമെന്നും ശാസ്ത്രലോകം മനസ്സിലാക്കി. പക്ഷേ ഈ ഐൻസ്റ്റീൻ്റെ കാലത്ത് തന്നെയാണ് ക്വാണ്ടം മെക്കാനിക്സ്, അതായത് മാക്സ് പ്ലാങ്കിൻ്റെ തൻ്റെ പ്രസിദ്ധമായ ക്വാണ്ടം തിയറി അവതരിപ്പിച്ചുകൊണ്ട് ഈ ഒരു പുതിയ സൂക്ഷ്മ തല വസ്തുക്കളുടെ സൂക്ഷ്മഭാഗങ്ങളിൽ രാജ്യത്തിൻ്റെ സൂക്ഷ്മഭാഗങ്ങളിൽ വസ്തുനിഷ്ഠ പ്രപഞ്ചത്തിലെ അല്ലെങ്കിൽ സ്ഥൂല പ്രപഞ്ചത്തിലെ നിയമങ്ങളല്ല നിലനിൽക്കുന്നതെന്നും ഈ സൂക്ഷ്മ പ്രപഞ്ചത്തിൽ മറ്റൊരു സ്ഥലകാല നിയമങ്ങളാണ് നിലനിൽക്കുന്നതെന്നും മാക്സ് പ്ലാങ്ക് സിദ്ധാന്തിച്ചു. പ്രകാശത്തിൻ്റെ പാക്കറ്റുകളാണ് പ്രകാശങ്ങൾ എന്നൊക്കെയുള്ള തിയറി കൂടെ. അത് മാത്രമല്ല ഈ സിദ്ധാന്തത്തെ ക്വാണ്ടം മെക്കാനിക്സിനെ ഈ നീൽ ബോറിനെ പോലുള്ള ഹൈസൻബർഗിനെ പോലുള്ള ആളുകൾ പുതിയ ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് കൂടുതൽ പഠന വിധേയമാക്കുകയും ഈ ഐൻസ്റ്റീൻ്റെ സാപേക്ഷിക സിദ്ധാന്തവും ജനറൽ റിലേറ്റിവിറ്റി അതുപോലുള്ള വിശിഷ്ടാപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ നിയമങ്ങളും കൊണ്ട് ഈ ആറ്റമടക്കമുള്ള അതിൻ്റെ ഉൾഘടനകൾ ആറ്റത്തിൻ്റെ പരമാണുക്കളുടെ ആന്തരിക ഘടനകളെ വിശദീകരിക്കാൻ ഐൻസ്റ്റീൻ്റെ സാപേക്ഷിക സിദ്ധാന്തം പര്യാപ്തമല്ലെന്ന് ഈ മാക്സ് പ്ലാങ്കിൻ്റെ അല്ലെങ്കിൽ നീൽ ബോറിൻ്റെ അല്ലെങ്കിൽ ഹൈസൻബർഗിൻ്റെ അനിശ്ചിതത്വ സിദ്ധാന്തം നമ്മോട് പറഞ്ഞു. ഈ അനിശ്ചിതത്വ സിദ്ധാന്തം മുന്നോട്ട് വെച്ചതോടെ തന്നെ ഐൻസ്റ്റീൻ്റെ പല സിദ്ധാന്തങ്ങൾക്കും മങ്ങലേൽക്കുകയും ഐൻസ്റ്റീൻ തന്നെ ക്ഷുഭിതനാവുകയും ചെയ്തു. അദ്ദേഹം ഒരിക്കൽ പറയുണ്ടായി, ഈ തൻ്റെ ആപേക്ഷിക സിദ്ധാന്തവുമായി പൊരുത്തപ്പെടാത്ത ക്വാണ്ടം മെക്കാനിസം ക്വാണ്ടം തിയറി അത് അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ വളരെ താമസം നേരിട്ടുകയുണ്ടായി. ആദ്യം അദ്ദേഹം ക്ഷുഭിതനാകുന്നുണ്ട്, ദൈവം പകട കളിക്കുന്നില്ല എന്നാണ് ഈ ക്വാണ്ടം മെക്കാനിസത്തെ പറ്റി അദ്ദേഹം ക്ഷുഭിതനായിക്കൊണ്ട് പറയുന്നത്. വളരെ കാലം ഐൻസ്റ്റീൻ്റെ ചിന്താമണ്ഡലത്തിൽ വലിയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായി. എന്തായാലും പറഞ്ഞു വരുന്നത് ഈ ന്യൂട്ടോണിയൻ ചലന നിയമങ്ങൾ പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ പര്യാപ്തമാണെന്നും ന്യൂട്ടൻ്റെ സിദ്ധാന്തം കൊണ്ട് പ്രപഞ്ചത്തിൻ്റെ മൊത്തം ആധാരശിലയെ നമുക്ക് മനുഷ്യരുടെ ശാസ്ത്രത്തിൽ പഠിച്ചെടുക്കാൻ കഴിയുമെന്ന് സിദ്ധാന്തിച്ചിടത്തു നിന്ന് ഐൻസ്റ്റീൻ്റെ സമവാക്യങ്ങൾ ഐൻസ്റ്റീൻ്റെ സമവാക്യങ്ങൾ കടന്നു വന്നതോടെ തന്നെ അത് മറ്റൊരു ചിന്താസരണിക്ക്, വിപ്ലവകരമായ ചിന്താസരണിക്ക് തുടക്കം കുറിക്കുകയും ന്യൂട്ടൻ്റെ സിദ്ധാന്തം കൊണ്ട് മാത്രം ഇത് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാകുകയുണ്ടായി. അങ്ങനെ പിന്നീട് വന്ന ഐൻസ്റ്റീൻ്റെ ഈ സമവാക്യങ്ങൾ ന്യൂട്ടനെ പാടെ നിഷേധിച്ചുകൊണ്ടല്ല ഐൻസ്റ്റീൻ മുന്നോട്ട് വരുന്നത്. പക്ഷേ ഐൻസ്റ്റീനെ നിഷേധിച്ചുകൊണ്ടല്ല ക്വാണ്ടം തിയറിയും വരുന്നത്. ഇതിൻ്റെ ഒരു പുതിയ ഡെവലപ്മെൻ്റാണ്. അതുകൊണ്ടായത് ക്വാണ്ടം മെക്കാനിസം വന്നതോടുകൂടെ തന്നെ ഐൻസ്റ്റീൻ്റെ തിയറിക്ക് ഈ സൂക്ഷ്മ പ്രപഞ്ചത്തിൽ മങ്ങലേറ്റ് സൂചിപ്പിക്കുകയുണ്ടായി. പറഞ്ഞു വരുന്നത് ഏത് സമവാക്യങ്ങളിലൂടെയും ഏത് തത്വശാസ്ത്രങ്ങളിലൂടെയും ഏത് ചിന്താസരണിയിലൂടെയും മുഴുവനായി പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് സൂചിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഇടം പ്രപഞ്ചത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാനുള്ള ഒരു പുതിയ ഇടം എനിക്ക് കൂടെ ഉണ്ട്, ഒരു സ്പേസ് എനിക്ക് കൂടെ ഇതിന് വ്യാഖ്യാനിക്കാൻ ഉണ്ട് എന്ന് സൂചിപ്പിച്ച്
ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. ഇനി നിലവിലുള്ള പ്രപഞ്ച മോഡലുകൾ എന്താണെന്ന് പറയേണ്ടതുണ്ട്. ആദ്യത്തെ പ്രപഞ്ച മോഡൽ എന്ന് പറയുന്നത് ഫ്രെഡ് ഹോയൽ, അതുപോലെ ഹെർമൻ ഗോഡി മുതലായ മുന്നോട്ട് വെച്ച സ്ഥിരസ്ഥിതി പ്രപഞ്ച സിദ്ധാന്തമാണ്. ഈ സ്ഥിരസ്ഥിതി പ്രപഞ്ചത്തിൽ, അതായത് ഈ സോളിഡ് സ്റ്റേറ്റ് അവസ്ഥയാണ് പ്രപഞ്ചത്തിനുള്ളതെന്നാണ് ഈ സ്ഥിരസ്ഥിതി പ്രപഞ്ചക്കാരുടെ തിയറിയുടെ അടിസ്ഥാനം. അതായത് പ്രപഞ്ചം സ്ഥിരമാണെന്നും എല്ലാ കാലത്തും കോടിക്കണക്കിന് വർഷങ്ങളായി അതങ്ങനെ തന്നെ നിലനിൽക്കുകയാണെന്നും അത് ഒരു തുടക്കമോ അവസാനമില്ല എന്നും ഒരു മാറ്റം ഈ പ്രപഞ്ച മോഡലിൽ ഉണ്ടായതിനു ശേഷം അങ്ങനൊരു കാലങ്ങളായി കോടിക്കണക്കിന് വർഷങ്ങളായി ആ പ്രപഞ്ചം അങ്ങനെ തന്നെ നിലനിൽക്കുകയാണെന്നൊക്കെയാണ് സ്ഥിരസ്ഥിതി പ്രപഞ്ചക്കാർ മുന്നോട്ട് വെച്ച സിദ്ധാന്തം. പ്രപഞ്ചത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട്, പ്രപഞ്ചത്തെ പഠിച്ചുകൊണ്ട് ഒരുപാട് വ്യാഖ്യാനങ്ങൾ, ഒരുപാട് സിദ്ധാന്തങ്ങൾ, അവരുടെ സമീകരണങ്ങൾക്ക് ഒരുപാട് ന്യായീകരണങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നു. വെറുതെ അന്ന് വിളിച്ചു പറഞ്ഞതല്ല. ഈ സമയത്താണ് ഏതാണ്ട് 1920-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ തന്നെ ഹബിൾ തൻ്റെ ടെലസ്കോപ്പിലൂടെ ഗാലക്സികളെ നിരീക്ഷിക്കുകയും ഈ ഗാലക്സികളൊക്കെ തന്നെ അതിൻ്റെ പ്രകാശരശ്മികളെ സ്പെക്ട്രോസ്കോപ്പിലൂടെ പഠനവിധേയമാക്കുകയും ചെയ്തപ്പോൾ ചില ഗാലക്സികളിൽ നിന്ന് വരുന്ന രശ്മികൾ, അതിൻ്റെ രശ്മികൾ സ്പെക്ട്രത്തിൻ്റെ ചുവപ്പ് ഭാഗത്തേക്ക്, അതായത് വളരെ അകന്ന ഭാഗത്തേക്ക് തങ്ങി നിൽക്കുന്നതായിട്ട്, ചുവപ്പ് രശ്മികൾ തങ്ങി നിൽക്കുന്നതായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായി. ചില ഗാലക്സികളാണെങ്കിൽ അതിൻ്റെ പച്ച രശ്മികൾ സ്പെക്ട്രത്തിൻ്റെ തൊട്ടടുത്ത്, ചുവപ്പ് രശ്മിയുടെ തൊട്ടടുത്തായിട്ട് പച്ച രശ്മികൾ കാണിക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. ഈ പ്രകാശത്തിൻ്റെ തിയറി ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം, അതിൻ്റെ ചില നിയമാവലികൾ ആദ്യമായിട്ട് അതിനെ പഠിച്ചുകൊണ്ട് ഒരു തിയറി അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഡോപ്ലറാണ്. ഡോപ്ലർ അദ്ദേഹം പ്രകാശത്തെയും ശബ്ദത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന തീവണ്ടിയുടെ വിസിലും അതിൻ്റെ ശബ്ദവും ആവർത്തി കൂടിക്കൂടി വന്ന് സ്റ്റേഷനിലേക്ക് അടുത്തെത്തുമ്പോൾ അത് വ്യക്തമാവുകയും അതിന് സ്റ്റേഷൻ വിട്ടുപോകുന്ന ഒരു തീവണ്ടിയുടെ ശബ്ദവും വിസിലിങ്ങും ആവർത്തി കുറഞ്ഞുകൊണ്ട് നേർത്ത് പോകുന്നതും സംഭവിക്കുന്നുണ്ട്. ഈ സിദ്ധാന്തം അദ്ദേഹം പ്രകാശത്തിൻ്റെ നിയമങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും പ്രകാശത്തിനും ഇത് ബാധകമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഏറ്റവും തീവ്രമായ പ്രകാശരശ്മികൾ ആവർത്തി കൂടുതലുള്ള നീലരശ്മികൾ വളരെ കുറച്ച് ദൂരം മാത്രം സഞ്ചരിക്കുകയും തൊട്ടടുത്ത് പച്ച, അതിനപ്പുറത്ത് ചുവപ്പ് തരംഗദൈർഘ്യം കൂടിയ പ്രകാശരശ്മികൾക്ക് വളരെ ദൂരം സഞ്ചരിക്കുമെന്നും അദ്ദേഹം കണ്ടെത്തി. ഈ സൂര്യൻ അസ്തമിക്കുമ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശരശ്മികൾ ചുവപ്പ് രശ്മികളാണ് നമുക്ക് സായാഹ്നത്തിൽ നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിലേക്ക് വളരെ ദൂരെയാവുമ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചുവപ്പ് രശ്മികൾക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് അതിനെ പറയുന്നത്. ഡോപ്ലറാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഈ തിയറി വെച്ചുകൊണ്ട് ഗാലക്സികളുടെ പ്രകാശരശ്മികളുടെ നീക്കം മനസ്സിലാക്കിക്കൊണ്ട് ഹബിൾ തൻ്റെ സിദ്ധാന്തം വികസിപ്പിക്കുകയാണ്. അതായത് ഈ ചുവപ്പ് രശ്മികൾ കാണിച്ച ഗാലക്സികളൊക്കെ തന്നെ വളരെ വേഗത്തിൽ അകന്നുകൊണ്ടിരിക്കുകയാണെന്നും ഈ പച്ച രശ്മികൾ അല്ലെങ്കിൽ നീലരശ്മികളൊക്കെ കാണിക്കുന്ന ഗാലക്സികൾ, സ്പെക്ട്രോസ്കോപ്പിൽ നീലരശ്മികൾ കാണിക്കുന്ന ഗാലക്സികൾ നമ്മുടെ ഗാലക്സികളോട് അടുത്ത് വരികയാണെന്നും അദ്ദേഹം സിദ്ധാന്തിച്ചു തൻ്റെ ഗവേഷണ പഠന നിരീക്ഷണങ്ങളിലുണ്ട്. ഇത് യഥാർത്ഥത്തിൽ അന്ന് വരെ ഉണ്ടായിരുന്ന പ്രപഞ്ചബോധത്തെ വലിയ തോതിൽ തന്നെ അട്ടിമറിക്കുകയുണ്ടായി. വളരെ വിപ്ലവകരമായ ഒരു ചിന്താസരണി ഡോപ്ലറിന് മുന്നോട്ട് വെക്കാൻ കഴിയും. വികസിക്കുന്ന ഒരു പ്രപഞ്ചം, ഗാലക്സികളൊക്കെ അകന്നു പോവുകയാണെങ്കിൽ ഈ പ്രപഞ്ചം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹബിൾ സിദ്ധാന്തിച്ചു. ഇത് സ്ഥിരസ്ഥിതി പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നു. കാരണം അത് വിശദീകരിക്കാൻ സ്ഥിരസ്ഥിതി പ്രപഞ്ചക്കാർക്ക് സാധിച്ചില്ല. എന്നാൽ ഇതിനെ കൂടെ പഠനവിധേയമാക്കിക്കൊണ്ട് തങ്ങളുടെ സ്ഥിരസ്ഥിതി സോളിഡ് സ്റ്റേറ്റ് പ്രപഞ്ചത്തിലേക്ക് അവർ ഇതിനെ കൂടെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ അകലുന്ന ഗാലക്സികളൊക്കെ തന്നെ, അതായത് പ്രപഞ്ച സ്ഥിരമാണെന്നും ഒരു ബലൂണിൽ കാറ്റ് നിറയ്ക്കുമ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ, ബലൂണിലെ ചിത്രങ്ങൾ, ബലൂൺ വീർത്ത് വരുമ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ പരസ്പരം അകലുന്നത് പോലെ സ്ഥിരമായ പ്രപഞ്ചത്തിലെ ഒരു നീക്കം മാത്രമാണ് ഗാലക്സികൾ ഇതെന്നും സ്ഥിരസ്ഥിതി ഫ്രെഡ് ഹോയൽ അടക്കമുള്ള സ്ഥിരസ്ഥിതി പ്രപഞ്ചക്കാർ മുന്നോട്ട് വെച്ചു. ഏതാണ്ട് ഇതുമായിട്ട് സമസന്തുലിതാവസ്ഥ പാലിച്ചു. എന്നാൽ ഗാലക്സികളുടെ അകലവുമായി ബന്ധപ്പെട്ട ഒരുപാട് പഠനങ്ങൾ, പിന്നെ ഗവേഷണ പഠനങ്ങൾ നിരീക്ഷിക്കുകയും ഒപ്പം നക്ഷത്രങ്ങളുടെ ഭരണമായി നക്ഷത്രങ്ങളുടെ ഒരുപാട് വ്യതിയാനങ്ങൾ, ഒരുപാട് പരിണാമങ്ങളെ പറ്റിയൊക്കെ ഈ എസ് ചന്ദ്രശേഖരനെ പോലുള്ളവർ പഠിക്കുകയും ചില നക്ഷത്രങ്ങൾ സൂര്യനേക്കാൾ 2 ഇരട്ടി
ഈ മൂല്യമുള്ള ദ്രവ്യമുള്ള നക്ഷത്രങ്ങളൊക്കെ തന്നെ വൈറ്റ് ഡ്വാർഫുകളാകുന്നുള്ള ചന്ദ്രശേഖരത്തിൻ്റെ തിയറി അവതരിപ്പിച്ചുകൊണ്ട് ഈ മേഖലകളിലൊക്കെ ഒരുപാട് പഠനങ്ങൾ നമുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നമുക്കറിയാം ചന്ദ്രശേഖരന് ഇന്ത്യക്കാരനാണ്, നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പഠനത്തെ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റിയിൽ 1935 അവതരിപ്പിച്ചപ്പോൾ അതിനെ ഹെഡിങ്ടൺ എന്ന വലിയ ശാസ്ത്രജ്ഞൻ അതിനെ നിരാകരിക്കുകയും അതിനെ അപഹസിക്കുകയും അതിനെ പുച്ഛിച്ചു തള്ളുകയും ചന്ദ്രശേഖരനോട് നക്ഷത്രങ്ങൾക്ക് വരികയാണെങ്കിൽ പ്രപഞ്ചത്തിന് പുതിയൊരു വിധാതാവിനെ കണ്ടെത്തേണ്ടി വരുമെന്ന് അപഹസിച്ചുകൊണ്ട് ചന്ദ്രശേഖരനെ അപമാനിക്കുന്നു. അങ്ങനെ ചന്ദ്രശേഖരൻ തൻ്റെ തീരെ 1935 മടക്കി വെക്കുകയും അങ്ങനെ 1935 മടക്കി വെച്ച അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം പിന്നീട് വീണ്ടും പഠനവിധേയമാക്കി 1975 ആ സിദ്ധാന്തത്തിന് പ്രസക്തിയേറുകയും അതെല്ലാവരും അംഗീകരിക്കും. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി. പറഞ്ഞു വരുന്നത് ഏത് സിദ്ധാന്തവും അത് വെളിച്ചം കാണുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ അതിനെ നേരിടുമെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. എന്തായാലും സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ അതിൻ്റെ ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കഴിയുന്ന പ്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കരിക്കട്ടയായി മാറുമെന്നും ചിലത് വൈറ്റ് ഡ്വാർഫ് ആകുമെന്നും ഈ ദ്രവ്യത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് ദ്രവ്യത്തിൻ്റെ അളവനുസരിച്ച് ചില നക്ഷത്രങ്ങൾക്ക് രൂപപരിണാമം വരുമെന്നും സൂര്യൻ അതിൻ്റെ ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കഴിയുന്ന പ്രക്രിയ അവസാനിച്ചാൽ അത് ഒരു വൈറ്റ് ഡ്വാർഫ് ഒരു മാറിക്കഴിയുന്ന അതിൻ്റെ പിന്നീട് അത് ചുവപ്പ് ഭീമനാവുന്നു. ചില നക്ഷത്രങ്ങൾക്ക് ചുവപ്പ് ഭീമനാവുന്നു, ചിലതൊക്കെ വൈറ്റ് ഡ്വാർഫ് ആവുന്നു, ചിലതൊക്കെ തന്നെ കരിക്കട്ടയായി മാറുന്നൊക്കെയുള്ള ഒരു തിയറി അതിലൂടെ ഉരുത്തിരിഞ്ഞു വന്നു. അങ്ങനെ ഒരുപാട് ഗവേഷണങ്ങൾ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയും പിന്നീടാണ് ഹബിളിൻ്റെ തിയറി പഠിച്ചുകൊണ്ട് ഹബിൾ കണ്ടെത്തിയ ഗാലക്സികൾ പ്രപഞ്ചം വികസിക്കുന്നുവെന്ന തിയറി അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പിന്നീട് സ്റ്റീഫൻ ഹോക്കിങ്ങും റോജർ പെൻറോസോടൊക്കെയുള്ള ശാസ്ത്രജ്ഞർ ഇതിൽ ഈ മേഖലയിൽ കൂടുതൽ പഠനം നടത്തിക്കൊണ്ട് അങ്ങനെ വികസിക്കുകയായിരുന്നു പ്രപഞ്ചമെങ്കിൽ, ഇന്ന് കാണുന്ന രീതിയിലേക്ക് അത് വികസിക്കുകയായിരുന്നുവെങ്കിൽ ഒരു കാലത്ത് ഈ പ്രപഞ്ചങ്ങളെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് വരുന്നുവെന്നും ലക്ഷക്കണക്കിന് കോടിക്കണക്കായ ഗാലക്സികളൊക്കെ തന്നെ ഒരു സിംഗുലാരിറ്റിയിലേക്ക് ഒതുങ്ങിയിരുന്നു. ഈ സിംഗുലാരിറ്റി പൊട്ടിത്തെറിച്ചാണ് ആദ്യത്തെ ബിഗ് ബാങ്ങിലൂടെയാണ് നിലവിലുള്ള പ്രപഞ്ചം രൂപപ്പെട്ടു വന്നതെന്നും സ്റ്റീഫൻ ഹോക്കിങ്ങും അതുപോലെ തന്നെ റോജർ പെൻറോസൊക്കെ സിദ്ധാന്തിച്ചു. യഥാർത്ഥത്തിൽ അന്ന് വരെ ഉണ്ടായ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ വളരെ വിപ്ലവകരമായി കുറിച്ചുകൊണ്ട് സൈദ്ധാന്തികമായി പ്രപഞ്ചത്തിൻ്റെ പുതിയ വ്യാഖ്യാനം നൽകുകയായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്. എന്തായാലും ഹബിളിൻ്റെ വികസിക്കുന്ന പ്രപഞ്ചത്തിൽ നിന്ന് ഗാലക്സികൾ അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ആ വികസിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹബിളിൻ്റെ തിയറിയിൽ നിന്ന് തുടങ്ങിക്കൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിങ് തൻ്റെ വികസിക്കുന്ന പ്രപഞ്ചം ഒരു കാലത്ത് സിംഗുലാരിറ്റിയിൽ ഒതുങ്ങിയ മുഴുവൻ പിണ്ഡങ്ങൾ കോടിക്കണക്കിന് ടൺ ഭാരമുള്ള മൈക്രോ മില്ലി ദ്രവ്യത്തിന് കോടിക്കണക്കിന് ടൺ ഭാരം വരുന്ന അവസ്ഥയിലേക്ക് പ്രപഞ്ചം ചുരുങ്ങിയെന്നും അതിൻ്റെ ഗുരുത്വാകർഷണത്തിലേക്ക് ചുരുങ്ങിയെന്നും അങ്ങനെ ആ ദ്രവ്യം വീണ്ടും പൊട്ടിത്തെറിച്ച് ഇന്ന് കാണുന്ന അതായത് 1380 കോടി വർഷം മുന്നെയാണ് അത്തരം ഒരു ബിഗ് ബാങ് ഉണ്ടായതെന്നും ആ ബിഗ് ബാങ്ങിലൂടെയാണ് ഇന്ന് കാണുന്ന പ്രപഞ്ചം ഉണ്ടായതെന്നും സ്റ്റീഫൻ ഹോക്കിങ് സിദ്ധാന്തിച്ചു. അതായത് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ പ്രായം 1380 കോടി വർഷമാണ് അദ്ദേഹം സിദ്ധാന്തിക്കുന്നത്. എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൻ്റെ സ്ഥലകാലങ്ങളൊക്കെ തന്നെ സ്റ്റീഫൻ ഹോക്കിൻ്റെ സ്ഥലകാലങ്ങളൊക്കെ തന്നെ നിലവിലുള്ള പ്രപഞ്ചം ഉള്ളിടത്തിലോ മാത്രമാണ്. അതായത് പ്രപഞ്ചം എങ്ങോട്ട് വികസിക്കുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം സ്റ്റീഫൻ ഹോക്കിങ്ങിനോ അല്ലെങ്കിൽ ഐൻസ്റ്റീനോ അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പിന്തുടരുന്ന മറ്റുള്ളവർക്കോ ഹബിളിനോ സിദ്ധാന്തത്തിന് കഴിഞ്ഞില്ല. കാരണം അതിനെ പിന്തുടരുന്നവരൊക്കെ തന്നെ പറയുക, അല്ലാതെ ചോദ്യം ചെയ്താൽ അവർ പറയുന്നത് ഈ പ്രപഞ്ചം വികസിക്കുന്നിടത്തോളാണ് സ്ഥലവും കാലവും ഉണ്ടായത്. സ്ഥലം കാലവും മുന്നേയില്ല. ഈ നിലവിലുള്ള 1380 കോടി വർഷം വ്യാപ്തമുള്ള കാലം എന്ന് പറഞ്ഞാൽ വർഷം എന്ന് പറഞ്ഞാൽ ടൈമാണ്. നമുക്കറിയാം ടൈം എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്. ഈ സ്ഥലം 1380 കോടി ഈ വർഷം വ്യാപ്തമുള്ള നീളം വീതി ആഴം ഉയരമുള്ള ഈ പ്രപഞ്ചത്തിലാണ് സ്ഥലകാലം നിലനിൽക്കുന്നതും എന്നും അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് ഈ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നും അതുപോലെ തന്നെ ഈ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാൻ വീഴുന്നത് പ്രപഞ്ചത്തെ പറ്റിയുള്ള ബോധം കൃത്യമായി ഇല്ലാത്തതുകൊണ്ടാണെന്നൊക്കെ ഇവർ സിദ്ധാന്തിക്കുന്നു. അവിടെ തന്നെ നമുക്ക് എന്തോ ഒരു പന്തികേട് അനുഭവപ്പെടുന്നതായിട്ട് തോന്നുന്നു. അപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നക്ഷത്രങ്ങളുടെ ഒക്കെ പഠനകാലത്ത് ഹബിൾ ടെലസ്കോപ്പ് ബഹിരാകാശത്തിലെ ഹബിൾ ടെലസ്കോപ്പ് 800 കോടി പ്രകാശ വർഷങ്ങൾക്കപ്പുറത്തുള്ള ക്രോസാറുകളെ കണ്ടെത്തുന്നതായി എടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു, പത്രവാർത്ത. അതിനർത്ഥം 800 കോടി പ്രകാശ വർഷം ദൂരെയുള്ള ഈ കോസാർ പ്രപഞ്ചത്തിൻ്റെ അവസാനമല്ലെന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും. ആ കോസാറിന് അപ്പുറത്തേക്കും ഒരു 800 കോടി പ്രകാശ വർഷം നമുക്ക് ദൂരം സങ്കല്പിക്കുകയാണെങ്കിൽ മൊത്തം പ്രപഞ്ചത്തിൻ്റെ അളവ് തന്നെ 1600 കോടി പ്രകാശ വർഷമായി. അപ്പോൾ ഈ 1380 കോടി
ഈ വർഷം എന്നുള്ള ഐൻസ്റ്റീൻ്റെ കണക്ക്, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കണക്ക് അവിടെ തന്നെ പതറിപ്പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രപഞ്ച മോഡൽ ഇതിൽ രണ്ടിലും വ്യത്യസ്തമായി. അതായത് സ്ഥിരസ്ഥിതി പ്രപഞ്ച സിദ്ധാന്തത്തിനും ഹോക്കിങ്ങിൻ്റെ വികസിക്കുന്ന പ്രപഞ്ചത്തിൽ സിംഗുലാരിറ്റിയിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് കാണുന്ന വികസിക്കുന്ന പ്രപഞ്ചത്തിലും അതിലൊതുങ്ങിയ സ്ഥലകാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മൂന്നാമതൊരു മോഡൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നേരത്തെ പറയുകയുണ്ടായി. നമ്മുടെ ഈ പ്രപഞ്ചം നമ്മൾ ഇന്ന് കാണുന്ന അത് ഒരു ഡിസ്ക് മോഡലുള്ളതാണെന്നും അതേസമയത്ത് തന്നെ അതൊരു പാരാബോളിക് രീതിയിൽ രൂപത്തിലുള്ളതാണെന്നും നമ്മുടെ ഈ സിദ്ധാന്തം മുന്നോട്ട് വെക്കുന്നു. അതിനുള്ള അത് ആ പ്രപഞ്ചത്തിൻ്റെ ലക്ഷക്കണക്കിന് കോടി പ്രകാശവർഷം ചുറ്റളവുള്ള നമ്മുടെ ഡിസ്ക് മോഡലുള്ള നിലവിൽ കാണുന്ന 1380 കോടി വർഷം വ്യാപ്തമുള്ള ഈ പ്രപഞ്ചത്തിൻ്റെ ചുറ്റും ഗാലക്സികൾ വളരെ വേഗം പരിക്രമണം ചെയ്യുന്നതാണ് ഹബിൾ കണ്ടെത്തിയത് എന്നാണ് നമ്മുടെ നിലപാട്. അതായത് ഹബിൾ നിരീക്ഷിച്ച പോലെ ഈ ഗാലക്സികൾ അകന്നു പോവുകയല്ല, നേരെ മറിച്ച് അകന്നു പോകുമ്പോൾ പോലും അത് പ്രപഞ്ച കേന്ദ്രത്തിന് ചുറ്റും, പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രത്തിന് ചുറ്റും ഗാലക്സികൾ പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ ഈ മുന്നോട്ട് വെക്കുന്നത്. ഒരു റാറ്റ് കത്തുമ്പോൾ അതിൻ്റെ ചിതറിത്തെറിക്കുന്ന ഭാഗങ്ങൾ ആ റാറ്റിന് ചുറ്റും ഭ്രമണം ചെയ്യുന്നത് പോലെ പ്രപഞ്ചത്തിൽ ഉള്ളടങ്ങിയ അതിഭീമമായ ദ്രവ്യത്തിൻ്റെ പുറംപാളികൾ രൂപപ്പെട്ടു വരുന്ന ഗാലക്സികൾ കുറച്ചുകൂടി പുറത്തേക്ക് കടക്കുകയും അതിനു ചുറ്റും അത് ഭ്രമണം ചെയ്യുകയുമാണെന്ന്, അതായത് ലക്ഷക്കണക്കിന് കോടി പ്രകാശവർഷം ചുറ്റളവിലുള്ള ഈ പ്രപഞ്ചത്തിന് ചുറ്റും അത് ഭ്രമണം ചെയ്യുകയാണെന്ന് ഹബിൾ കണ്ടെത്തിയതാണെന്ന്, പരിക്രമണം ചെയ്യുകയാണെന്ന് ഹബിൾ കണ്ടെത്തിയെന്നാണ് നമ്മൾ സിദ്ധാന്തിക്കുന്നത്. അതായത് ഈ ചില ഗാലക്സികളെ പരിക്രമണം ചെയ്യുമ്പോൾ ക്ലോക്ക് വേസിലും ചിലത് ആൻറ്റി ക്ലോക്ക് വേസിലും ചുറ്റിക്കറങ്ങുന്നത് കൊണ്ടാണ് ഹബിളിന് ചില ഗാലക്സികൾ അകന്നു പോകുമ്പോൾ ചുവപ്പ് നീക്കവും ചില ഗാലക്സികൾ ആൻറ്റി ക്ലോക്ക് വേസിൽ നമ്മുടെ ഗാലക്സികളോട് അടുത്ത് വരുന്ന ഗാലക്സികളൊക്കെ തന്നെ പച്ച നീക്കവും കാണാൻ സാധിച്ചത് എന്ന് നമ്മുടെ സിദ്ധാന്തം മുന്നോട്ട് വെക്കും. മാത്രമല്ല ഈ പ്രപഞ്ചത്തിലെ സ്ഥലകാലങ്ങൾ മുന്നേ ഉണ്ട്. കാരണം നമ്മൾ ഇന്ന് കണ്ടെത്തിയ പ്രപഞ്ചം വളരെ ചെറിയ ഒരു പ്രപഞ്ചമാണ്. ധാരാളം പ്രപഞ്ചങ്ങൾ വേറെയുമുണ്ട്. 90% പ്രപഞ്ചങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്ന് സൈദ്ധാന്തികമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു മഹാസമുദ്രത്തിൽ പെയ്യുന്ന ഒരു മഴത്തുള്ളിയുടെ ആ തുള്ളി വീഴുന്ന സ്ഥലത്തുണ്ടാകുന്ന ആന്തോളനങ്ങൾ മാത്രമാണ് നമ്മുടെ ദൃശ്യപ്രപഞ്ചം എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയും. അതിനപ്പുറത്തേക്ക് വേറെ പ്രപഞ്ചങ്ങളുണ്ടെങ്കിലും ഹോക്കിംഗ് കണ്ടെത്തിയ 1380 കോടി പ്രകാശവർഷം മാത്രം വ്യാപ്തമുള്ള പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് സ്ഥലകാലങ്ങളുണ്ടെന്നും ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തും ധാരാളം പ്രപഞ്ചങ്ങൾ ഉണ്ട് എന്നും നമ്മുടെ സിദ്ധാന്തം സ്ഥാപിച്ചിട്ടുണ്ട്. ദ്രവ്യം കേന്ദ്രീകരിച്ച ഇടങ്ങളിൽ മഹാദ്രവ്യങ്ങൾ അതിഭീകരമായ മാസ് കേന്ദ്രീകരിച്ച ഇടങ്ങളിലൊക്കെ തന്നെ അതിഭീമമായ സ്ഥലവക്രതയുള്ളതുകൊണ്ട് തന്നെ ഈ ഗാലക്സികൾക്കൊന്നും പുറത്തേക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മാത്രമല്ല പ്രപഞ്ച കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു ക്വാണ്ടം ആന്തോളനം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ബാധിക്കുന്നുണ്ട് എന്നും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ദൃശ്യപ്രപഞ്ചം, ഹോക്കിംഗ് കണ്ടെത്തിയ ദൃശ്യപ്രപഞ്ചം യഥാർത്ഥത്തിൽ ഈ വൈദ്യുത്കാന്ത തരംഗത്തിലെ ഒരു വളരെ ചെറിയ ഒരു സ്പേസ് മാത്രമാണ് ദൃശ്യപ്രകാശം. അത് നമുക്കറിയാം. റേഡിയോ തരംഗങ്ങൾ, ഗാമാരശ്മികൾ, എക്സ്റേ, അതുപോലെ ഒരുപാട് തരംഗങ്ങൾ ഈ വൈദ്യുത് കാന്ത തരംഗത്തിലെ ഒരു സ്പെക്ട്രത്തിലാകെ ഒരു ചെറിയ സ്പേസാണ് ഈ ദൃശ്യപ്രകാശം. ഈ ദൃശ്യപ്രകാശത്തിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ നമ്മൾ കണ്ടെത്തിയ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഗാലക്സികളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ ഭ്രമണവും പരിക്രമണവും ചെയ്യുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഗാലക്സി കേന്ദ്രങ്ങളിൽ നിന്ന് പ്രപഞ്ച കേന്ദ്രത്തിൽ നിന്ന് അകലുന്തോറും ഗാലക്സികൾ എന്തുകൊണ്ട് വേഗം കൂടുന്നു എന്നുള്ളത് ഒരു തിയറിയുണ്ട്. അതായത് ദൂരം കൂടുമ്പോൾ വേഗം കൂടുന്നു. ഹബിൾ കണ്ടെത്തിയ ഗാലക്സികളൊക്കെ തന്നെ ദൂരത്തുള്ള ഗാലക്സികൾ അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. അതിൻ്റെ കാരണം ഐൻസ്റ്റീനോ അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ഗാലക്സി മോഡൽ, നമ്മുടെ പ്രപഞ്ച മോഡൽ അതുകൂടെ വിശദീകരണം കിട്ടുന്നതാണ്. ഒരു കാളവണ്ടി ചക്രത്തിൻ്റെ കീൽ, അതിൻ്റെ ആക്സിൽ വളരെ സാവകാശം കറങ്ങുമ്പോൾ അതിൻ്റെ പുറംഭാഗങ്ങൾ വളരെ വേഗത്തിൽ കറങ്ങുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ഗാലക്സിൻ്റെ കാളവണ്ടി ചക്രത്തിൻ്റെ ആക്സിലിൽ നിന്ന് ആരംഭിച്ച് ഒരു മൈക്രോ മില്ലി സെൻറ്റിമീറ്ററിലും അല്ലെങ്കിൽ മൈക്രോ മില്ലി മീറ്ററിലും അതിൻ്റെ
കറക്കത്തിന് വ്യത്യസ്തമായ വേഗങ്ങളാണ്. അവർ കേന്ദ്രീകരിച്ച ഒരു പദാർത്ഥത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ, ഒരു പ്രപഞ്ചത്തിൻ്റെ അതിൻ്റെ കേന്ദ്രഭാഗങ്ങൾ, ഇപ്പോൾ സൂര്യൻ്റെ ചുറ്റും തൊട്ടടുത്തുള്ള ഗ്രഹങ്ങളൊക്കെ തന്നെ വളരെ സാവകാശം ഉണ്ടാകും. അതുപോലെ തന്നെ ദൂരം കൂടുന്തോറും തന്നെ ഈ വ്യാഴം പോലുള്ള ഗ്രഹങ്ങളൊക്കെ അതിവേഗത്തിൽ കറങ്ങുന്നുണ്ട്. ഏതാണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ പ്രപഞ്ച കേന്ദ്രത്തിൽ ഒരു ഗാലക്സിയുടെ കേന്ദ്രഭാഗത്ത്, ദ്രവ്യം കേന്ദ്രീകരിച്ച ഭാഗത്തിൽ നിന്ന് പുറംപാടുകളിലേക്ക് എത്തുമ്പോൾ ഒരു കാളവണ്ടി ചക്രത്തിൻ്റെ, റിക്കാർഡ് ഫയറിൻ്റെ 6 മാസ്റ്റേഴ്സ് ഫോഴ്സിൻ്റെ എംബ്ലം വളരെ സാവകാശത്തിൽ കറങ്ങുമ്പോൾ അതിൻ്റെ റിക്കാർഡ് ഫയറിൻ്റെ അൻഡിൽ അവസാനത്തിൽ വളരെ വേഗത്തിൽ കറങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും, മനസ്സിലാവും. അത് ഏതാണ്ട് ഇതേ തിയറി വെച്ചുകൊണ്ട് നമ്മുടെ ഒരു ഡിസ്ക് മോഡലുള്ള, നമ്മുടെ പരാബോളിക് മോഡലുള്ള പ്രപഞ്ചത്തിൻ്റെ പുറംഭാഗങ്ങളുടെ ഗാലക്സികൾ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നത് പരിക്രമണവുമായി ബന്ധപ്പെട്ടാണ്, അതിൻ്റെ കേന്ദ്രത്തിൽ നിന്നുള്ള ദൂരവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയും. അവിടെ ഇതിനെപ്പറ്റി വ്യക്തമായ ഉത്തരം നൽകുന്നില്ല. മറ്റൊന്ന്, ഈ ഗാലക്സികളുടെ പ്രപഞ്ച മോഡലുകളൊക്കെ തന്നെ നമ്മുടെ ഗാലക്സികളിലേക്ക് കൂടെ അപ്ഡേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മാതൃകയാക്കിയാൽ നമ്മുടെ ഗാലക്സികൾ കേന്ദ്രത്തിന് ചുറ്റും സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ നേരത്തെ പറഞ്ഞു, ഈ പ്രപഞ്ചം വളരെ ചെറിയ തോതിൽ വികസിക്കുന്നുണ്ട്. ഏതാണ്ട് റിക്കാർഡ് ഫയറിന് സൂചി അതിൻ്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ പ്രപഞ്ചവും വികസിക്കുന്നുണ്ട്. അത് അവൾ പറഞ്ഞതുപോലെയല്ല, അല്ലെങ്കിൽ ഹോക്കിംഗ് പറഞ്ഞതുപോലെയല്ല, വളരെ സാവകാശത്തിൽ ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊരു സങ്കോച വികാസം മാത്രമാണ്. അധികം സങ്കോചത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ദ്രവ്യം കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുകയും അത് പക്ഷേ പ്ലാസ്മ രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുകയും അങ്ങനെ ചുരുങ്ങാനുള്ള പ്രവണത അവസാനിക്കുകയും വീണ്ടും അത് വികസിക്കുകയും വീണ്ടും ചുരുങ്ങുകയും ചെയ്യുന്ന വളരെ സാവകാശത്തിൽ ഹൃദയമെടുപ്പ് പോലെ അത് ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ചു. അതുപോലെ നമ്മുടെ ഗാലക്സികളും അത് തലകാലങ്ങൾ ആദ്യമുണ്ട്, ഒരുപാട് പ്രപഞ്ചമുണ്ടെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. ഈ നിയമങ്ങളൊക്കെ നമ്മുടെ ഗാലക്സികളിലേക്കും സംക്രമിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഗാലക്സികളും സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗാലക്സികൾ, ഉദാഹരണമായിട്ട് നമ്മുടെ മിൽക്കി വേ, ഭൂമിയും സൗരയൂഥം അടക്കമുള്ള നിലനിൽക്കുന്ന മിൽക്കി വേ അത് സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ ഇത് വളരെ സാവകാശം വികസിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ തിയറി വെച്ചുകൊണ്ട് പറയാൻ കഴിയും. കാരണം ഇന്ന് ഗാലക്സിയുടെ മിൽക്കി വേയുടെ കേന്ദ്രഭാഗത്ത് നിന്ന് 25,000 പ്രകാശവർഷം ദൂരെയാണെന്ന് സൂര്യനുണ്ട്. അപ്പോൾ സൂര്യൻ്റെ ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കഴിഞ്ഞുള്ള പ്രക്രിയ കഴിഞ്ഞാൽ അത് അതിൻ്റെ പുറമെ ഗാലക്സിയുടെ പുറംഭാഗങ്ങളിലേക്ക് എത്തുമെന്നും അവസാനം അത് കരിക്കട്ടയായി മാറുമെന്നും അതിൻ്റെ ദ്രവ്യം ഹൈഡ്രജൻ ഹീലിയമായി മാറിക്കഴിയുന്ന പ്രക്രിയ കഴിഞ്ഞാൽ അത് വെറും കരിക്കട്ടയുമായി അല്ലെങ്കിൽ വൈറ്റ്രോഫായോ അല്ലെങ്കിൽ ട്രോപ്പി മ്യൂനായോ മാറിക്കഴിയുമെന്നും സൗരയൂഥം മുഴുവൻ സൂര്യൻ വിഴുങ്ങുമെന്നും ഒക്കെയുള്ള ഒരു തിയറിയുണ്ട്. ആ തിയറിക്ക് അനുസൃതമായിട്ട് ഈ നമ്മുടെ ഗാലക്സികൾ വളരെ സാവകാശം വികസിക്കുകയും നക്ഷത്രങ്ങളൊക്കെ പുറംപാടിലേക്ക് പോവുകയും ആ പുറംപാടുകളിലെ നക്ഷത്രങ്ങളൊക്കെ മരണം സംഭവിക്കുകയും, ചുരുക്കി പറഞ്ഞാൽ ഈ ഗാലക്സികളൊക്കെ തന്നെ ഈ ദ്രവ്യമില്ലാത്ത ഇന്നത്തെ കാണുന്ന ഗാലക്സികളൊക്കെ തന്നെ നശിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് നമ്മുടെ ഉദാഹരണത്തിൽ. അതായത് ഈ പ്രപഞ്ചത്തിലെ നമ്മുടെ ഗാലക്സിയിലെ സൂര്യൻ 25,000 പ്രകാശവർഷം ദൂരേക്ക് എത്തിയത് ഈ ഗാലക്സികൾ തന്നെ വികസിക്കുന്നതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത്. മാത്രമല്ല, ഈ മാതൃക നമ്മുടെ സൗരയൂഥത്തിലേക്ക് കൂടി കൊണ്ടുവന്നാൽ, ഈ സിമ്പിൾ സൗരയൂഥത്തെ കൂടെ തന്നെ മാതൃകയാക്കുകയാണെങ്കിൽ നമ്മുടെ സൗരയൂഥം സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നത് നമുക്കറിയാം. സൂര്യൻ ഉണ്ടായിത്തീർന്ന ഒരു നെബുലയുടെ പുറംപാളികളിലാണ് സൂര്യൻ സൃഷ്ടിക്കപ്പെട്ട. അതിൻ്റെ ദ്രവ്യം, അതിൻ്റെ ഗുരുത്വാകർഷണ മണ്ഡലം ഒക്കെ രൂപപ്പെട്ട് കഴിഞ്ഞ് സൂര്യൻ്റെ നിശ്ചിത അളവ് രൂപപ്പെട്ടതിന് ശേഷം വന്ന ബാക്കി നെബുലാഭാഗങ്ങൾ സൂര്യന് ചുറ്റും പരിക്രമണം ചെയ്യുകയും ആ പരിക്രമണം ചെയ്ത നെബുലാഭാഗങ്ങൾ പിന്നീട് ഗ്രഹങ്ങളായിത്തീരുകയും ആ ഗ്രഹങ്ങളൊക്കെ തന്നെ പിന്നീട് സൂര്യനെ വലം വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഈ തിയറി പ്രകാരം സൂര്യൻ്റെ വളരെ അടുത്ത് തന്നെയായിരുന്നു നമ്മുടെ നെബുല ഉണ്ടായത്. ആ നെബുല ഉണ്ടായ കാലത്ത് തന്നെ അതിൻ്റെ ഗ്രഹങ്ങൾ രൂപപ്പെട്ടിരുന്നുവെന്നും നെബുലയുടെ ആകൃതി തന്നെ സൂര്യനടുത്ത ഭാഗത്തേക്ക് നേർത്തും മധ്യത്തിൽ വലുതായും അതിൻ്റെ പുറം അറ്റത്തേക്ക് വളരെ നേർത്തതുമായിരിക്കണം ആ ഗാലക്സിയുടെ നെബുലയുടെ പൊതു സ്വഭാവം. അവിടെ വന്ന് രൂപപ്പെട്ടു വന്ന ഗ്രഹങ്ങളാണ് ഈ വ്യാഴം. അതിൻ്റെ മധ്യഭാഗത്ത് രൂപപ്പെട്ടതുകൊണ്ട് അതിൻ്റെ ദ്രവ്യം കൂടുതൽ സാന്ദ്രീകൃതമായ മധ്യമേഖലയിൽ വ്യാഴം രൂപപ്പെട്ടതുകൊണ്ടതാണ് ഈ വ്യാഴം വലിയ ഗ്രഹങ്ങളാവുകയും സൂര്യനോട് അടുത്ത് വരുന്ന ഗ്രഹങ്ങളൊക്കെ ചെറുതാവുകയും ചെയ്യുന്നത്. നമ്മുടെ നെബുലയുടെ മോഡൽ മാത്രമല്ല, ഈ സൂര്യനോട് തൊട്ടടുത്തുണ്ടായിരുന്ന ഗ്രഹങ്ങളൊക്കെ തന്നെ ക്രമേണ സൂര്യനിൽ നിന്ന് അകന്നു പോയതായി നമ്മുടെ സൗരയൂഥം പോലും ക്രമേണ വികസിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ ചൊവ്വ എന്ന ഗ്രഹം
ഇന്ന് ഭൂമി നിലനിൽക്കുന്ന ഇന്ന് ഭൂമി എവിടെയാണുള്ളത് അവിടെയായിരുന്നിരിക്കാം ചൊവ്വ. അങ്ങനെ അതുകൊണ്ട് തന്നെ ചൊവ്വ പര്യവേഷണം നടത്തുന്നവർക്ക് ഒരുപക്ഷെ നാളെ അവിടെ ജീവജാലങ്ങളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ അവശിഷ്ടങ്ങൾ, പുഴകൾ, നദികൾ, സസ്യജാലങ്ങൾ, ഇവരുടെ അവശിഷ്ടങ്ങൾ ഒക്കെ കണ്ടെത്തുകയാണെങ്കിൽ അതിൻ്റെ കാരണം ഇന്ന് ഭൂമി നിൽക്കുന്നിടത്തായിരിക്കും പഴയ കാലത്ത് ചൊവ്വ നിന്നിരുന്നതെന്നും ചൊവ്വ ക്രമേണ വികസിച്ച് പകരം സ്ഥാനത്ത് ഭൂമി എത്തിപ്പെട്ടതാണെന്നും അതിന് ഭൂമി എത്തിപ്പെട്ടതിന് ശേഷം മാത്രമാണ് അവിടെ ജീവജാലങ്ങൾ ഉണ്ടായതെന്നും ഈ ചൊവ്വ അകന്നു പോയതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ജീവജാലങ്ങൾ നഷ്ടപ്പെട്ടതെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് വളരെ സാവകാശത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൗരയുഗത്തിൻ്റെ വികാസവും ഇതുമായിട്ട് താരതമ്യം ചെയ്താൽ നാളെ പഠിക്കുന്ന തലമുറയ്ക്ക് വോയേജറോ അല്ലെങ്കിൽ കപ്പറോ അല്ലെങ്കിൽ അതുപോലുള്ള ബഹിരാകാശ പാത്മോ പോലുള്ള വാഹനങ്ങൾ ചൊവ്വയിൽ ഏതെങ്കിലും കാലത്ത് അതിൻ്റെ ഭൂതകാലം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ സസ്യങ്ങളുണ്ടായിരിക്കും. ഒരുപക്ഷെ ഭൂമിക്കടിയിൽ അതായത് ചൊവ്വയുടെ ഭൂമിക്കടിയിൽ കൽക്കരിക്കരി പോലും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് പറഞ്ഞു വരുന്നത് സൂര്യനിൽ നിന്ന് ക്രമേണ അകന്നു പോവുകയാണ് ഈ ഗ്രഹങ്ങളൊക്കെ തന്നെ ഇന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയും. സ്റ്റോപ്പ്. അങ്ങനെ പറഞ്ഞു വരുന്നത് സൂര്യൻ്റെ അടുത്തായിരുന്നു മറ്റ് ഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നതും ക്രമേണ ഭൂമിയുടെ സ്ഥാനത്ത് ചൊവ്വയുണ്ടായിരുന്നു. ചൊവ്വ അകന്നു പോയതിനു ശേഷമാണ് അതിലെ ജീവജാലങ്ങളും സമുദ്രങ്ങളും പുഴകളും നദികളും അതേപോലെ സസ്യജാലങ്ങളും വൻകാടുകളൊക്കെ നശിച്ചതെന്നും സ്ഥാപിച്ചെടുക്കാനാണ് നമ്മളിവിടെ ശ്രമിച്ചത്. ഇനി ഈ ഉപഗ്രഹങ്ങളൊക്കെ തന്നെ രൂപപ്പെട്ടു വന്ന ഭൂമിയുടെ തൊട്ടടുത്തായിരിക്കണം ഒരു കാലത്ത്, ഇന്നത്തേക്കാൾ വളരെ അടുത്തായിരിക്കണം ചന്ദ്രമണ്ഡലം. അതിൻ്റെ ഒരു സ്വാധീനത്തിലായിരിക്കാം പസഫിക് സമുദ്രത്തിലെ അല്ലെങ്കിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മരിയാന പോലുള്ള ഗ്രഹങ്ങൾ അടർന്നുപോയി മാറിക്കഴിഞ്ഞ് ഒരുപക്ഷെ ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണത്തിൻ്റെ സ്വാധീനത്തിൽ വലയത്തിൽപ്പെട്ടതായിരിക്കണം. ഇന്നത്തേക്കാൾ വളരെ അടുത്തായിരിക്കും ഭൂമിയുടെ അടുത്തായിരുന്നു ഈ ചന്ദ്രൻ എന്ന ഉപഗ്രഹം എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടി വരും. സ്റ്റോപ്പ്. ഇനി കുറച്ചുണ്ട്. ഐൻസ്റ്റീൻ ഹോക്കിംഗ് തൻ്റെ വികസിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ അദ്ദേഹം തൻ്റെ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത് കണക്കിലൂടെ, മാത്സിലൂടെ തന്നെയാണ് ഈ സിദ്ധാന്തം ഹോക്കിംഗ് അവതരിപ്പിക്കുന്നത്. വളരെ ദീർഘകാലത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള കണക്കുകളുടെ. അതായത് ആദ്യത്തെ ബിഗ് ബാങ് മുതൽ പ്രപഞ്ചം ഇങ്ങനെ ആദ്യത്തെ സെക്കൻഡിൽ ഇത് സംഭവിച്ചുവെന്നും ആദ്യത്തെ 2ാമത്തെ സെക്കൻഡിലും 5ാമത്തെ സെക്കൻഡിലും 10ാമത്തെ സെക്കൻഡിലും എങ്ങനെയായിരുന്നു പ്രപഞ്ചത്തിൻ്റെ രൂപമെന്നും ഇന്ന് കാണുന്ന പ്രപഞ്ചത്തിലേക്ക് അതെങ്ങനെ എത്തിയെന്നൊക്കെ വളരെ മാത്സ് ഉപയോഗിച്ച് കണക്ക് ഉപയോഗിച്ച് തന്നെ ശാസ്ത്രീയമായിട്ട് ഹോക്കിംഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമായിട്ട് തെളിവ് ശരിയായിരിക്കണമെങ്കിൽ ഹോക്കിംഗ് തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്. 200 പേജുള്ള ഒരു കണക്കിൽ ആദ്യത്തെ 4ാമത്തെ പേജിൽ വരുന്നത് തെറ്റ് മൊത്തം 200 പേജിലുള്ള കണക്കുകളെയും തെറ്റിക്കുമെന്ന് ഹോക്കിംഗ് തന്നെ ഒരിടത്ത് പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ ഹോക്കിങ്ങിന് ഹബിളിൽ നിന്ന് ആരംഭിച്ച തെറ്റ് അദ്ദേഹത്തിൻ്റെ എല്ലാ സിദ്ധാന്തങ്ങളിലും ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് കണക്ക് ശരിയാണെങ്കിലും കണക്ക് ശരിയാണ്, പ്രപഞ്ചം ആദ്യത്തെ ബിഗ് ബാങ്ങിൽ ആരംഭിച്ച് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയതിൻ്റെ തിയററ്റിക്കലായുള്ള കണക്ക് ശരിയാണ് ഹോക്കിംഗ് പറയുന്നത്. അങ്ങനെയാണ് ആരംഭിച്ചത്. ഇപ്പം കണക്ക് കൊണ്ട് നോക്കുകയാണ് ഐൻസ്റ്റീൻ്റെ തിയറി പ്രകാരം പ്രകാശത്തിന് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ് വേഗത. അതിന് വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിനേക്കാൾ 3 ഇരട്ടി വേഗത്തിൽ ഭൂമിയിൽ നിന്ന് 20 വയസ്സുള്ള ഒരു മകൻ്റെ അച്ഛൻ 40 വയസ്സുള്ള അച്ഛൻ 3 ലക്ഷം കിലോമീറ്ററിനെ കവച്ചു വെച്ചുകൊണ്ട് സെക്കൻഡിൽ 9 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ പോയി ഒരു 40 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ യഥാർത്ഥത്തിൽ മകന് 60 വയസ്സും ഒരുപക്ഷെ അച്ഛന് 45 വയസ്സും ഒക്കെ ആയിരിക്കും. സിദ്ധാന്തമായിട്ട് സൈദ്ധാന്തികമായിട്ട് മാത്സിൻ്റെ ബേസിൽ അത് ശരിയാണ്. എന്നാലത് പ്രായോഗികമായിട്ട് ശരിയല്ല. സൈദ്ധാന്തികമായിട്ട് ശരിയാവുന്നതും മാത്സിലൂടെ ശരിയാവുന്നതും പ്രായോഗികമായിട്ട് ശരിയായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഐൻസ്റ്റീൻ ഹബിളിൻ്റെ ഈ തിയറിക്കും കാര്യമായ കുഴപ്പം. സ്റ്റോപ്പ്. നമ്മൾ നേരത്തെ ഒരു കാളവണ്ടി ചക്രത്തിൻ്റെ ഉദാഹരണം പറയുകയുണ്ടായി. ഈ കാലവണ്ടി ചക്രത്തെ നമുക്ക് കാലവുമായിട്ട് ബന്ധപ്പെടുത്തി ഉദാഹരിക്കാൻ കഴിയും. ഒരു കാളവണ്ടി ചക്രം കറങ്ങുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം പിന്നോട്ടും പോകുന്നത് കൊണ്ടാണ് ഒരു ചക്രം കറങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. യഥാർത്ഥത്തിൽ സ്ഥലകാലങ്ങളിൽ ഈ ചക്രം ഒരു കാലത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ കാലം യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്ന അത്രയും പിന്നോട്ട്
പോകുന്നുണ്ട് എന്ന് ഈ കാളവണ്ടി ചക്രത്തിൻ്റെ ഉദാഹരണത്തിലൂടെ നമുക്ക് സ്ഥാപിക്കുന്നു. ഒരു കാളവണ്ടി ചക്രം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ആരക്കാലുകൾ പകുതി ഭാഗം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പകുതി ഭാഗം മുന്നോട്ട് പോകുമ്പോൾ കാലകാലങ്ങളിൽ കാളവണ്ടി ചക്രം നിശ്ചലമാണെന്ന് പറയേണ്ടി വരും. ഐൻസ്റ്റീൻ്റെ ചില നിയമപ്രകാരം നടക്കുന്ന പോക്ക് നിശ്ചലമായ പോക്ക് നടക്കുകയുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കലകാലങ്ങൾ നിശ്ചിതമാണ്. അതിനു മുമ്പ്, അതായത് പ്രപഞ്ചത്തിന് മുമ്പ്, പ്രപഞ്ചം കലകാലങ്ങളിൽ സംഭവിക്കുന്ന സംഭവം മാത്രമാണ് ദൃശ്യപ്രപഞ്ചം എന്നാണ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. അത് കാലം, സ്ഥലം എന്നിവ മുന്നേ ഉണ്ടാകൊണ്ട് തന്നെ തിയറി അത് ശരിയല്ല എന്ന് നമുക്ക് സ്ഥാപിച്ചെടുക്കേണ്ടി വരും. കലകാലങ്ങൾ അതിൻ്റെ അല്ലെങ്കിൽ ഹോക്കിംഗ്, നീൽ ബോർ, റോജർ പെൻറോസിൻ്റെ ഒക്കെ തീരുപ്രകാരം അല്ലെങ്കിൽ ഹോക്കിങ്ങിൻ്റെ തീരുപ്രകാരം കലകാലങ്ങൾ ഈ പ്രപഞ്ചം വികസിച്ചിടത്തോളം മാത്രമാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ കലകാലങ്ങൾ ആദ്യമുണ്ട്. കലകാലങ്ങളിലെ സംഭവം മാത്രമാണ് നമ്മുടെ ദൃശ്യപ്രപഞ്ചം. പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മുടെ പ്രപഞ്ച മോഡലിൽ പ്രപഞ്ച മോഡലിൽ നിന്ന് ഫ്രെഡ് ഹോയലിൻ്റെ സ്ഥിരസ്ഥിതി പ്രപഞ്ച സിദ്ധാന്തത്തിനും അതുപോലെ തന്നെ വികസിക്കുന്ന പ്രപഞ്ചത്തിനും ഇടയ്ക്കുള്ള ഒരു ഡയലക്റ്റിക്കൽ മെത്തേഡാണ് ഞാൻ ഈ പ്രപഞ്ച മോഡലിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് വളരെ സാവകാശം വികസിക്കുന്ന ഒരു പ്രപഞ്ച മോഡൽ. നമുക്കറിയാം, പഞ്ചി എന്ന ഭൂഖണ്ഡം പൊട്ടിച്ചെറി ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളൊക്കെ മാറി അത് വളരെ കോടിക്കണക്കിന് വർഷം കൊണ്ടാണെന്ന്. ഇന്ത്യ ഭൂഖണ്ഡം അറന്നു മാറി ഏഷ്യ ഭൂഖണ്ഡത്തോട് ഒട്ടിച്ചേർന്നത്, ഏഷ്യ വൻകരയോട് ഒട്ടിച്ചേർന്ന് ഹിമാലയ പർവ്വതങ്ങൾ രൂപപ്പെട്ടു വന്നത് ഇന്ത്യ ഭൂഖണ്ഡത്തിൻ്റെ സെക്കൻഡിൽ ഒരു വർഷത്തിൽ 2 സെൻറ്റിമീറ്റർ നീങ്ങിക്കൊണ്ട് 1200 കൊല്ലം കൊണ്ടാണ് ഇന്ത്യ ഭൂഖണ്ഡം ഇത്രയും ദൂരം സഞ്ചരിച്ചത്. അതുപോലെ നമ്മുടെ ഗാലക്സികളൊക്കെ തന്നെ വളരെ സാവകാശം വളരെ സാവകാശം വികസിക്കുന്നുണ്ട്. നമ്മുടെ പ്രപഞ്ചം വളരെ സാവകാശം വികസിക്കുന്നുണ്ട്. നിലവിലുള്ള പ്രപഞ്ചത്തിന് പുറമെ മറ്റ് മഹാപ്രപഞ്ചങ്ങൾ വേറെയുണ്ട് എന്ന് നമ്മളെ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഫ്രെഡ് ഹോയലിൻ്റെ സ്ഥിരസ്ഥിതി പ്രപഞ്ച സിദ്ധാന്തത്തിനും അതേസമയം സ്ഥിരസ്ഥിതി പ്രപഞ്ച സിദ്ധാന്തത്തോട് ഇത് കുറേ കൂടെ യോജിച്ചു പോകുന്നുണ്ട്. ഇതേസമയത്ത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പ്രപഞ്ചത്തിന് വ്യത്യസ്തമായ പ്രപഞ്ച മോഡലാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതോടൊപ്പം തന്നെ കാലങ്ങൾ വേറെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ വിശദീകരിച്ച് സ്ഥലകാലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റു മഹാപ്രപഞ്ചങ്ങൾക്ക് നിലനിൽക്കാൻ സാധ്യതയുള്ളൂ. മറ്റൊന്ന്, നമ്മുടെ ഭൂമി, നമ്മുടെ ഗാലക്സി, മിൽക്കി വേ ഗാലക്സി സ്വയം വികസിക്കുന്നുണ്ടെന്നും അതിൻ്റെ പുറംപാടുകളിലേക്ക് 25,000 പ്രകാശവർഷം വരയ്ക്ക് സൂര്യൻ എത്തിക്കഴിഞ്ഞതും അതിൻ്റെ ആരംഭകാലത്ത് നിന്ന് വികസിച്ച് എത്തിക്കഴിഞ്ഞതാണെന്നും ഈ ഗാലക്സികൾക്കൊക്കെ മരണമുണ്ടെന്നും നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ സൗരയൂഥത്തിൻ്റെ വികാസ പരിണാമങ്ങളൊക്കെ തന്നെ ചൊവ്വ ഇന്ന് ഉണ്ടായിരുന്നു, അത് ഭൂമി ഉണ്ടായിരുന്ന സ്ഥലത്തായിരുന്നു എന്നും നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നു. അതുപോലെ ജീവജാലങ്ങൾക്ക് സാധ്യത ചൊവ്വയിലുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വികസിക്കുന്ന സൗരയൂഥത്തിന് വളരെ സാവകാശം വികസിക്കുന്ന സൗരയൂഥത്തിൻ്റെ ഘടനയായിരിക്കണമെന്ന് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഹോക്കിങ്ങിൻ്റെ തിയറി പ്രകാരം ഈ ക്വാണ്ടം മെക്കാനിസവും ആപേക്ഷികതാ സിദ്ധാന്തവും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മാത്രമേ ഇനിയുള്ള കാലത്ത് നമ്മുടെ ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ തിയറിയിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതായത് ക്വാണ്ടം മെക്കാനിസം കൊണ്ട് ആപേക്ഷിക ജനറൽ റിലേറ്റിവിറ്റിയും ക്വാണ്ടം മെക്കാനിസവും ഒന്നിച്ചു പോകുന്ന സമഗ്രമായിട്ട് കൂടിച്ചേരുന്നത് ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ മഹാപ്രപഞ്ചത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയൂ എന്ന് ഹോക്കിംഗ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് ഈ അപേക്ഷിക സിദ്ധാന്തം മാത്രം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ അപേക്ഷിക സിദ്ധാന്തം മാത്രം വെച്ചുകൊണ്ടോ ക്വാണ്ടം മെക്കാനിസം വെച്ചുകൊണ്ടോ മാത്രം നമ്മുടെ പ്രപഞ്ചത്തെ വ്യാഖ്യാനം കഴിയില്ല. ഇത് രണ്ടും കൂടിച്ചേരുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ ജീവജാലങ്ങളിൽ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഇതിൻ്റെ അവസാന ഘട്ടത്തിൽ സൂചിപ്പിക്കുകയാണ്. മനുഷ്യ ശരീരമടക്കമുള്ള ജൈവലോകത്ത് ക്വാണ്ടം മെക്കാനിസവും സാപേക്ഷികതയും ഒന്നിച്ചു ചേരുന്ന ഒരിടമാണ് ജീവലോകം എന്ന് സ്ഥാപിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ രണ്ടും കൂടി കൂടിച്ചേർന്ന ഒരു ജൈവലോകമാണ് മനുഷ്യനടക്കമുള്ള ജീവിതം. മനുഷ്യജീവികളെ പഠിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രപഞ്ചത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന്
നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ മൂന്നാമത് പ്രപഞ്ച മോഡൽ മുന്നോട്ട് വെക്കാറുള്ളത്. നിങ്ങളുടെ മുമ്പിൽ ഇത് സമർപ്പിക്കുന്നു. ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് സവിനയം അപേക്ഷിച്ചുകൊണ്ട്, ഇതൊരു അവസാനത്തെ തീർപ്പല്ല, ഒരു ആമുഖം മാത്രമാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.